നമ്മളിന്ന് വണ്ടല്ലൂർ സൂവിലാണ് ഉള്ളത്. വണ്ടല്ലൂർ സൂ എൻട്രൻസ് കുറുക്കാച്ചി വണ്ടല്ലൂർ സൂവിൻ്റെ എൻട്രൻസ് ആണ് ഇത്. ഇന്ത്യയിലെ ആദ്യത്തെയും ലാർജസ്റ്റുമായിട്ടുള്ള സൂ ആണ്. ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് സൂവിൻ. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ലയണും ടൈഗറും ഒക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. ഇതിൻ്റെ ബാക്കിൽ വണ്ടല്ലൂർ ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൽ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡ്രൈവറോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഡ്രൈവർ പറയാണ് ആ മൃഗങ്ങളൊന്നും പുറത്തേക്ക് ഇറങ്ങി വരില്ല. ഇവിടെയൊക്കെ റെസിഡൻഷ്യൽ ഏരിയയൊക്കെയാണ് ഉണ്ടല്ലേ. ആ സൈഡൊക്കെ കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ അവരെന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത് അറിയോ, മൃഗങ്ങൾ ഇറങ്ങി വരില്ല എന്നുള്ളത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർക്ക് അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ മൃഗങ്ങൾ ഇറങ്ങി വരില്ല എന്നുള്ളത്. അപ്പോൾ അവർ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതായിട്ട് ഭയങ്കര സന്തോഷം തോന്നി. ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ്. നോക്കാം, അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണാം. വൃത്തിയൊക്കെയുള്ള ഏരിയയാണ്, നല്ല ഏരിയയാണ്. നോക്കട്ടെ, ടിക്കറ്റ് എടുക്കാനുണ്ട്. എൻട്രി ഫീസ് നമ്മൾ എൻട്രൻസിൽ കയറി ഫ്രീ ആണ്. വാവ്, അടിപൊളി അടിപൊളി അടിപൊളി. നല്ല രസമുണ്ട്. നല്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള വാട്ടർഫാൾസൊക്കെ ആക്കി. പാറ ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്, സിമെൻറ്റും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതല്ല. നല്ല രസമുണ്ട്, നല്ല വൃത്തിയുണ്ട്, നല്ല രസമുണ്ട്. എന്താ ചെക്കിങ് ഏരിയ ആണോ? ബാഗ് ചെക്ക് ചെയ്തോ? കൊള്ളാം, അടിപൊളി അല്ലേ? എടി കുഞ്ഞുമ്പൂ വെള്ളച്ചാട്ടം കണ്ടോടി, എങ്ങനെയുണ്ട്? സൂപ്പറാണോ ഹാർലി? നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഇല്ല, അവൻ പേടിച്ച് കാര്യമൊന്നുമില്ല, അവൻ ബ്രേവ് അല്ലേ. ഹീസ് എ ബ്രേവ് ബോയ്. Battery vehicle ahead. Hannah is a brave girl. Harley is a brave boy. എവിടെടി? മാന് താണ്ട്. അടിപൊളി. വെയില് കായ രാവിലെ അല്ലേ? ഇതാണ് അതിൻ്റെ മാപ്പ്. എരിനഗർ റണ്ണ സുവോളജിക്കൽ പാർക്കിൻ്റെ കംപ്ലീറ്റ് മാപ്പാണ്. ലയണൊക്കെ അങ്ങ് അറ്റയ്ക്ക് എത്തണം. ഹൈഫൈ കൊടുക്കും. കിടക്കുവാണ്. ഇലക്ട്രിക് വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം ഇവിടുന്ന് ഇലക്ട്രിക് വണ്ടി കിട്ടുക എന്നുള്ളത്. ഓക്കെ, ഇലക്ട്രിക് സൈക്കിള്, ബൈസിക്കിൾസ് എല്ലാം ഉണ്ട്. നമുക്ക് പ്ലേ ഏരിയ പോകാലോ. എന്തായാലും കുട്ടികളെ കൊണ്ട് നടക്കത്തില്ല. വണ്ടി എന്തെങ്കിലും കിട്ടും, നോക്കാം. അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയത് എന്താണത്? വായിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ രാവിലെ പോയി കളിക്കാം. നമുക്ക് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വരാം. അത് ക്ലോസാ. അതെ ക്ലോസാ. അതെ. ഇവിടെ 2 തരത്തിലുള്ള സഫാരി ഉണ്ട്. ഒന്ന് ഇത് ഇലക്ട്രിക് കാറിൻ്റെ സഫാരി, പിന്നെ ഒന്ന് അവിടെ ബസ് കണ്ടോ, അവിടെ ബസ്സിൻ്റെ സഫാരി. അതാണ് ലയൺ സഫാരിക്കുള്ളത്. അത് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വണ്ടി കംപ്ലീറ്റ് ആയാൽ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് ലയൺ സഫാരി മാത്രമാണ്, ഡിയർ സഫാരി. അതുകൊണ്ട് ഞങ്ങൾ അത് എടുത്തില്ല. ഇത് കംപ്ലീറ്റ് സഫാരിയാണ്. ഇതാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്.
അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ലയൺ സഫാരിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഓപ്പൺ ആയിട്ടുള്ളതാണ്, അപ്പോൾ കാറ്റ് കൊണ്ട് നല്ല രീതിയിൽ പോകാമല്ലോ. മറ്റത് കുറച്ച് സഫക്കേറ്റഡ് ആയിരിക്കും. അത് ഗ്ലാസ് ഉള്ളതാണ്, AC ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ പിള്ളേർ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പോവാന്നാലേ ആ ഇനി വെയിറ്റിംഗ് ഉണ്ടോ എന്നറിയില്ല. ആൾക്കാരായാലേ പോവുള്ളൂ എന്നറിയത്തില്ല. നോക്കാം. പിടിച്ചിരുന്നോട്ടോ, പിടിച്ചോട്ടോ. ഇതിന് വേറെ ഒരു ഡെസ്റ്റിനേഷനിൽ കൊണ്ട് നിർത്താം. എന്നിട്ട് നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യിക്കും. എന്നിട്ട് അവിടുന്ന് നമ്മളതെല്ലാം കണ്ടു കഴിയുമ്പോൾ പിന്നീട് അവിടുന്ന് കയറിയിട്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. അതിന് വേണ്ടിയിട്ട് ടാഗൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ടാഗൊക്കെ കിട്ടുന്നുണ്ട്. ഏതാ? ആ എടി ഇതടി നോക്കി, മരത്ത് നോക്കി, മരത്ത് നോക്കി. ആ സൂപ്പർ. ആവൂ നോക്കടി. അതെന്താന്നാ പറഞ്ഞേ? നീലഗിരി, ലങ്കൂർ അല്ലേ? ലങ്കൂർ, ലങ്കൂർ, കരിമന്തി. ആ കരിങ്കുരങ്ങ്, കരിങ്കുരങ്ങ്, മലയാളത്തിൽ കരിങ്കുരങ്ങ്. ആ അത് തന്നെ, കരിങ്കുരങ്ങ് അവിടെ ഉണ്ട്. അത് കിടങ്ങാണല്ലേ? കിടങ്ങ് തീർത്തേക്കാണ്, ചാടാൻ പറ്റില്ലല്ലേ? അതുകൊണ്ട് ഇങ്ങോട്ട് കിടങ്ങിട്ട് ഒരു ജമ്പിങ് വെച്ചിട്ടല്ലേ? ആ കരിങ്കുരങ്ങ് കിടന്ന് കളിക്കുന്നത്. ആ അതെ. ഈ ആനിമൽസ് ഒന്നും, ഈ തിക് ഫോറസ്റ്റിലെ ആനിമൽസ് ഒന്നും പുറത്തേക്ക് ഇറങ്ങാതല്ലേ? ആ ഫെൻസ്, ഇലക്ട്രിക്കൽ ഫെൻസ് പോട്ടിട്ടാ? ലയൺ എവിടെ? ആ ആ ഓക്കെ. മങ്കീസ, മങ്കീസ. ആ ലയൺ മാതിരി ഇരിക്കും അല്ലേ? ലയன் மாதிரி இருக்குல்ல? வாலும் முகமும் வந்து லயன் மாதிரி இருக்கு. லயன் மாதிரி இருக்கு. இதுல சிம்பன்சி பர்ஸ் 1 இயர் பேபி. ചിമ്പാൻസി 1 ഇയർ ബേബി എല്ലാം മാത്രം പർസ്. ആ എടിയാ ചിമ്പാൻസി നോക്കണേ. മരത്തേല് 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 ഇരിക്കുന്നതാണ്. മരത്തേല് മരത്തേല് ആ മരത്തിൽ മരത്തിന്റെ കൊമ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ മുകളിൽ ആ ബ്ലാക്ക് അത് തന്നെ. അതടി അവിടെ ഇരിക്കുന്നു. അത് അമ്മയല്ലേ? ആ അമ്മ ചിമ്പാൻസി. എവിടെയാ എന്നിട്ട് സ്റ്റേഷൻ എവിടെയാ? ഏതാണ്? ആഫ്രിക്കൻ കുരങ്ങ് അല്ലേ? ഓക്കെ. ഇത് ആഫ്രിക്കൻ കുരങ്ങ് അവിടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് നോക്കാട്ടോ, കാണാം. എൻട്രൻസിലായിരിക്കാം. ആ അതെ 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 അതെ. കുഞ്ഞു കുഞ്ഞു പോകാൻ. ആ ഇതുണ്ടോ അവിടെ? അവിടെ കണ്ടോ? അവിടെ കണ്ടോ? ആ ആ കണ്ട ചിമ്പാൻസി കുഞ്ഞ്. ഇതിന്റെ അപ്പനും ഇത് അമ്മയും. കുഞ്ഞെന്ത് ചെയ്യും? കുഞ്ഞ് തുള്ളി കളിച്ച് നടക്കുക. കണ്ടോ? ഇത് നോക്കി, ഇത് നോക്കി, നോക്കി. നോക്കി കുഞ്ഞമ്പൂ. കുഞ്ഞമ്പൂവിനെ പോലെ പകുതി താഴത്തിട്ടാണല്ലോ കഴിക്കുന്നത്. ക്യാരറ്റ് അടി കഴിക്കുന്നത്. ക്യാരറ്റ് ഇതടി നോക്കി. അപ്പൻ ഇച്ചിരൊക്കെ വിരോധത്തിലാണല്ലോ, കലിപ്പാണല്ലോ. ആ അമ്മ കൊച്ചിനെ നോക്കുന്നുണ്ട്. ആ കണ്ടോ? അമ്മയ്ക്ക് കെയറുണ്ട് കൊച്ചിനുണ്ട്.
അപ്പൻ അത്ര കെയർ പോരാ. അമ്മക്ക് അത്ര പിടിക്കുന്നില്ല കൊച്ചിൻ്റെ കളി. കുറച്ചൊക്കെ നടക്കുവാണല്ലോ കുഞ്ഞ്. അപ്പൻ അവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കുക. നമ്മൾ അവിടുന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് പോവാണ്. നമ്മൾ അധികം നടക്കാൻ നിൽക്കുന്നില്ല, പിള്ളേരുമായിട്ട് പോകുന്നുണ്ട്, അധികം നടക്കാൻ നിൽക്കുന്നില്ല. അത് നടന്നു കഴിഞ്ഞാലേ മടുത്തു പോകില്ലേ, അപ്പോൾ അതുകൊണ്ട് അധികം നടക്കാൻ നിൽക്കുന്നില്ല. അടുത്ത സ്റ്റോപ്പ് ഏതാണെന്ന് നോക്കാം. ഇതാണ് അടുത്ത സ്റ്റോപ്പ് അല്ലല്ലേ? ആ റെഡി അല്ലേ കുഞ്ഞും പോകും. അതെ മാന്. ആ பெரிய மான் பார். அது மயில் பத்தியா கொங்கு வாத்து பார். കുഞ്ഞു പോ. ഇതേ മാനടി. மான் மான் பார், கொம்பு மான். എന്ത് കങ്കാരു എന്ത്? ബട്ടി ബട്ടി അതെ മാന് ഇഷ്ടംപോലെ മാൻകുട്ടികളുണ്ട്. കൊമ്പുള്ള മാൻ. ഇവിടെ ഇങ്ങനെ സൈക്കിളുണ്ട്. സൈക്കിളുള്ളതുകൊണ്ട് നല്ല രസമായിട്ട് നമുക്ക് ഇങ്ങനെ ചവിട്ടി നടക്കാം. ഈമുകുടി പാർ, ഈമുകുടി. എമു ആണ് എമു എമു എമു. കാട്ടായിരുന്നു പാർ. കഴുതയാണ്. കാട്ടുപോത്ത് കാട്ടുപോത്ത് കാട്ടി കാട്ടി. കാട്ടി காலி பார். കാണുന്നതാണ് വണ്ടല്ലൂർ. கையில வாங்கிக்கலாம் 5 ரூபா. അവിടെ ടൈഗറിനെ ലയണൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം. നമ്മളിവിടെ വണ്ടല്ലൂർ സൂവിൻ്റെ ഉള്ളിൽ ഇവിടേക്ക് പോവാണ്. ഇവിടെയാണ് നമുക്ക് സിംഹത്തിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. നോക്കി നോക്കാം. കേജിൻ്റെ ഉള്ളിലേ കാണാൻ പറ്റുള്ളൂ, ഓപ്പണായിട്ട് കാണാൻ പറ്റില്ല. ഓപ്പണായിട്ട് നമുക്ക് ലയൺ സഫാരി ഇത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പണായിട്ട് അത് കാടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. വണ്ടല്ലൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ 4-5 ലയൺസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കത് എന്നിട്ട് അവിടുന്ന് കാണാം. എവിടെ ഈ നീർനായനെ? ആ സ്റ്റോറി ബുക്ക് റീഡ് ചെയ്തപ്പോഴാ? ഫോർ ഓട്ടർ നീർനായ. കുഞ്ഞമ്പോ നീർനായ എന്തിയാ വർണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ അതെ 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 നീർനായ നീർനായ ആ തണ്ണിയിൽ നീന്തുന്നു. ആ എണ്ണം പഠിക്കുന്ന വ്യക്തി. എത്ര സ്റ്റെപ്പ് എടുക്കാം? എത്ര സ്റ്റെപ്പ് ഉണ്ട്? 16ആ? 16 ഉണ്ടോ? ആ ഓക്കെ. ആ ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് കാണാം.
അതെന്താടാ അതെന്താടി ഇത് എന്തോ ഒരു സാധനം അറിയില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി അല്ലേ അറിയില്ല ഇതാ ഇവിടെ എന്തൊക്കെയോ മൃഗങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് അയ്യോ അറിയണേ അപ്പോൾ ഇവിടെ നോക്കട്ടെ കുറുക്കാച്ചൻ ഇവിടെ മമ്മച്ചീനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മമ്മച്ചി അവിടെ വേറെ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് മമ്മച്ചീനെ വിളിച്ചേ മമ്മച്ചി 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 പോരും കേട്ടോ ആ മമ്മച്ചി പോരും ആ പപ്പച്ചി ഒരു ഹൈഫൈ ചെയ്താ പപ്പച്ചി ഒരു ഹൈഫൈ ചെയ്തായോ ഹൈഫൈ മുക്കുള്ളിയോ ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഹായ് പറഞ്ഞേ ഹായ് പറ ഹായ് ഞാൻ നമ്മൾ എവിടെയാന്ന് പറ സൂലാന്ന് പറ സൂവില ഇങ്ങോട്ട് അടുത്ത് വന്നിട്ട് പറ അതിലെ കേൾക്കൂല എവിടെയാ സൂവിലാ എവിടെയാ ഏത് സൂവില അല്ല ഏത് സൂവിലാന്ന് പറ സൂപ്പറാണോ എന്നൊന്ന് ഇങ്ങനെ കാണിച്ചേ ഹായ് ആ തരാം ഇവിടെ കയറി തിന്നാൻ വേണമെങ്കിൽ മിണ്ടായിരിക്കണേ പറ ഏത് സൂല ടൈഗർ സൂല് ചെന്നൈ ഹരിനഗർ വണ്ടല്ലൂർ സൂ എന്ന് പറ വണ്ടല്ലൂർ സൂ എന്തൊക്കെ കണ്ടു ഇപ്പൊ നമ്മള് നീർനായനെ കണ്ടില്ലേ കുഞ്ഞുമ്പു സ്കൂളിൽ പഠിച്ചില്ലേ ഓട്ടറിന്റെ മലയാളം എന്താ നീർനായ പിന്നെ എന്തിനാ കണ്ടേ ആ നീർനായ പിന്നെ എന്തിനാ കണ്ടേ മാനിനെ കണ്ടില്ലേ കൊമ്പുള്ള മാനിനെ കങ്കാരുനെ ചിമ്പാൻസീനെ കണ്ടില്ലേ അപ്പനും അമ്മയും മകനും പിന്നെ ഇതിനെ കണ്ടേ കുരങ്ങനെ കരിക്കുരങ്ങനെ കണ്ടില്ലേ ആ ബ്ലാക്ക് സിംഹവാലൻ ആ പിന്നെ ഇതിനെ കണ്ടേ ആ പിന്നെ മറ്റേ ഇതിനെ കണ്ടില്ലേ കാട്ടുപോത്തിനെ കണ്ടില്ലേ കാട്ടുപോത്തിനെ കൊമ്പുള്ള ഓർമ്മയില്ല ഓക്കെ ഇനി നമ്മൾ എന്തിനാ കാണാൻ പോണേ ഇനി എന്തിനാ കാണാൻ പോകുന്നേ ടൈഗർ ഓക്കെ നമുക്ക് പോവാന്നല്ലേ ലയനെ കാണും ലയനെ നമ്മൾ കഴിഞ്ഞിട്ട് ലയൺ സഫാരിക്ക് പോകും നമ്മൾ കാട്ടിനുള്ളിലേക്ക് പോകും നമ്മൾ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ ലോക്ക് ചെയ്യാം എന്നിട്ട് ഓക്കെ എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം ഞാൻ പോവും എന്താണത് ഇത് കഴുതയല്ല പക്ഷെ മാനാന്ന് തോന്നുന്നു മാനിന്റെ വേറൊരു ഇനത്തിൽപ്പെട്ടൊരു ഇതാന്ന് തോന്നുന്നു പുള്ളിമാനും ഉണ്ട് അവിടെ അത്യാവശ്യം വലിപ്പമുള്ള ചിലതിന് മാത്രമേ കൊമ്പുള്ളൂ പുള്ളിമാനും അതിനിടയ്ക്കുണ്ട് ഒരു വലിയ ഏരിയ നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കിടങ്ങാക്കിയിട്ടേക്കുവാണ് കുഞ്ഞുമ്പു ഹാർലി ഹായ് ഇതെന്താ ഇത് മാനാണ് ഡിയറാണ് കേട്ടോ ആ നമ്മൾ പഠിച്ച
നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ കുറച്ചു നേരം. ഭയങ്കര ഷൂട്ടിംഗ് ആണ് ഇവിടെ. ആലിക്കുട്ട് നമുക്ക് ലയനെ കാണാൻ പോവാ. അവിടെ ഭീകര വീഡിയോ എടുക്കലാണ്. നോക്കി നടക്കണേ. നല്ല കാലാവസ്ഥയാണ്, അതുകൊണ്ട് നല്ല സുഖമുണ്ട് നടക്കാൻ. നല്ല എന്താ പറയുക, ഈ കല്ലൊക്കെ വെച്ചേക്കുന്ന നോക്കി, പാറകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഇൻ്റർലോക്ക് ഇട്ടിരിക്കാം. ആ പാറകളിലൊക്കെ ഇരിക്കുകയും ചെയ്യാം. നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട്. നല്ല കാലാവസ്ഥ, സൂപ്പർ കാലാവസ്ഥ. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ നല്ല മഴയായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല അടിപൊളി കാലാവസ്ഥ. നല്ല വെയിലും അതേപോലെ ചെറിയൊരു തണുപ്പും. ഒരു 24 ഡിഗ്രി അല്ലേ 25 ഡിഗ്രി ആണ്. വേർക്കില്ല, നല്ല സുഖമുണ്ട്. ബെസ്റ്റ് ടൈമാട്ടോ ഇവിടെ വരാൻ. എനിക്ക് തോന്നുന്നു മഴ കഴിഞ്ഞിട്ടുള്ള ഈ ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ഇവിടെ വരാൻ. നോക്കി ഇവിടെയാണ് ലയൺ ഉണ്ടെന്ന് പറഞ്ഞത്. കേജിൻ്റെ ഉള്ളിലാണ്. നോക്കി നോക്കാം, കാണാൻ പറ്റുമോ നോക്കാം. അല്ലെ നമുക്ക് ലയൺ സഫാരിക്ക് പോകുന്നുണ്ടല്ലോ, അപ്പം നമുക്കിത് കാണാം. നോക്കാം, കാണാൻ പറ്റുമോ നോക്കി നോക്കാം. എവിടെയാണ് ലയൺ എവിടെയാ ഉണ്ടെന്ന് പറഞ്ഞു? ഇവിടെയാണോ? ആ, ഈ ഏരിയ അല്ലേ? നല്ല റൈറ്റ് സൈഡാ. നോക്കി നോക്കാം. പേടി? എന്തിനാ പേടിക്കുന്നേ? അല്ലേ കുറുക്കാച്ചും പോ നോക്കി. പേടിയില്ലല്ലോ. കുറുക്കാച്ചൻ കണ്ട് കുഞ്ഞമ്പോ കുറുക്കാച്ചൻ്റെ കൈ പിടിക്ക്. ആ, ഇവിടെയാണ് ലയൺ ഉണ്ടെന്ന് പറഞ്ഞത്. നോക്കാം, കാണാൻ പറ്റുമോ നോക്കാം. ഓ, വെള്ളം പായൽ കയറി കിടക്കുന്ന നോക്കി. വെള്ളമല്ലേ ഇത്? കിടങ്ങാണ് ബേസിക്കലി. ആ, കിടങ്ങാക്കിയേക്കാണ്. ചാടാണ്ടിരിക്കാൻ വേണ്ടേ കിടങ്ങാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ സേഫാണ്. ചാടി വരുമെന്നുള്ള പേടിക്കൊന്നും വേണ്ട. ഇവിടെ ആയിരിക്കണം സിംഹം വരുന്നത്. പക്ഷെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പുറത്ത് വിളിച്ചിരിക്കുമായിരിക്കും. സിംഹത്തിനെ കാണാൻ പറ്റിയിട്ടില്ല. നമുക്കിനി ടൈഗറിനെ കാണാൻ പറ്റുമോ നോക്കാം. അപ്പുറത്ത് ടൈഗറുണ്ട്. ടൈഗറിനെ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. പിന്നെയും പറയാൻ തോന്നുന്നു. നല്ല അടിപൊളി കാലാവസ്ഥ, സൂപ്പർ കാലാവസ്ഥ. സ്നാക്സ് ടൈം. നമുക്ക് ടൈഗറിനെ കാണാൻ പോവാം. ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. അടുത്ത ടൈഗറിനെ കാണാൻ വേണ്ടി ഓടുന്നുണ്ട്. വീടല്ലേ മെല്ലെ ഉണ്ട് മോനെ. അവിടെ ഉണ്ട്, സാധനമുണ്ട്. സാധനം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ചാടി കഴിഞ്ഞാലേ പണി പോളോളാം. കിടങ്ങിൻ്റെ അപ്പുറത്താണ് വന്ന് നിൽക്കുന്നത്.
നടക്കുകയാണ്, എന്താ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ട. അടിപൊളി. പുറത്തേക്ക് പോയിട്ട് നമുക്ക് ഇലക്ട്രിക് വണ്ടിക്കകത്ത് വെക്കാം. ഓക്കെ, സൈക്കിൾ എടുക്കുമായിരുന്നു, ഇതേപോലെ ചവിട്ടിക്കൊണ്ടുപോയിരുന്നു അല്ലേ? സൈക്കിൾ ഇവിടെ മാനുവൽ സൈക്കിളുണ്ട്, അവിടെ ഇലക്ട്രിക്കൽ സൈക്കിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രിക് ബസ്സുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. നമുക്ക് നടക്കണമെങ്കിൽ നടക്കാം. പിള്ളേരൊന്നും ഇല്ലാണ്ട് വരികയാണെങ്കിൽ നമുക്ക് നടന്ന് പോയാലും കുഴപ്പമില്ല, നല്ല രസമുണ്ടാവും നടക്കാൻ, നല്ല കാലാവസ്ഥയുണ്ട്, നല്ല നടക്കാം. പിള്ളേരുള്ളപ്പോൾ കുറച്ചുകൂടി ഇലക്ട്രിക് എടുക്കുന്നതാണ് നല്ലത്. ഇനി സൈക്കിൾ എടുത്താലും കുഴപ്പമില്ല, സൈക്കിളിൽ പിള്ളേരെ മുമ്പിൽ വെച്ച് ചവിട്ടാൻ പറ്റുന്ന ടൈപ്പ് സൈക്കിളുണ്ട്, അതുപോലെ ഇലക്ട്രിക് സൈക്കിളുണ്ട്. സോ അതെടുത്താലും കുഴപ്പമില്ല, അടിപൊളിയായിരിക്കും. സൗകര്യമാണ്, നല്ല ആൾക്കാർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവന്നു തോന്നുന്നു. കുഞ്ഞമ്പ് വലിയ പോയ പോലെ ഏതാണ്ട് പിള്ളേർ വരുന്നു അല്ലേ? അങ്ങനെ നമ്മുടെ വണ്ടി വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാറുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് അറിയില്ല, 2 സ്റ്റോപ്പ് കൂടെ റിമൈനിങ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതാ? വൈൽഡ് ഹോഴ്സ്, കാട്ടുകുതിര. ആ വൈറ്റ് കണ്ടില്ലേ? വൈറ്റ് കണ്ടോ? വൈൽഡ് ഹോഴ്സ്. ഏതാ കരടി? ഈ വഴിക്ക് പോയാലോ? എവിടെ? ഈ വഴി ഇവിടെ? അവിടെയാ? അവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ. ഇവിടെ ടയറ്, ഇവിടെ വോൾഫ് അല്ലേ? ആദ്യം നമ്മൾ ഏതിനായിരുന്നു കാണാൻ പോകുന്നത്? കരടി അല്ലേ? ഓക്കെ, കരടീനെ കാണാൻ നമ്മൾ ഈ വഴിക്ക് പോകും. ആ വഴിക്ക് നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ എന്തിനെ കാണും? അല്ല, ഇവിടെ കരടിയല്ല, ഇവിടെ വോൾഫ്. നമുക്ക് പോവാം. ഇന്ത്യൻ സ്ലോത്സ് ബിയർ, ഹിമാലയൻ ബിയർ, ഹിമാലയൻ ബ്ലാക്ക് ടീ. കുറുക്കാത്ത കൈപിടി. നമുക്ക് കരടീനെ കാണാൻ പോവാം. കണ്ട പിള്ളേരെ കൊണ്ട് സൈക്കിളിൽ പോകുന്നുണ്ടോ? സൈക്കിൾ വിട്ടാൻ അറിയുന്നവരാണെങ്കിൽ സൈക്കിളിൽ പോകുന്നതാണ് ഏറ്റവും അടിപൊളി. നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നിർത്തി നല്ല രസമായിട്ട് പോകാൻ പറ്റും.
ഇതാണ് റിയൽ വ്യൂ കേട്ടോ. ഞമ്പോ ഇത് ഇതിനകത്തെ മാഷാൻ ബിയറില്ല. ബ്ലാക്ക് ആണ് റിയൽ. അത് കണ്ടേ മയിലതാ അവിടെ സൈഡിൽ, അത് കണ്ടിട്ടില്ല. അപ്രതീക്ഷിതമായിട്ട് മയിലിനെ കണ്ട. ഇതാ മയിലിനെ ഓടിക്കുന്നതാ. രണ്ടും എഴുന്നേറ്റാ. ഒന്ന് ചിറക് വിടർത്ത് വരുന്നെങ്കിലല്ലേ മയിൽപ്പീലി. അധികം ഇല്ല. വാടാ, അങ്ങോട്ട് വാടാ. ബിയറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇനി അങ്ങോട്ടേക്കുണ്ട് കുറച്ച്. എന്ത് അതിൻ്റെ മാപ്പ് നമ്മൾ ഇത് അവിടെയാണ്. ഇവിടെ ഈ കാണുന്ന എൻ്റെ കറക്റ്റ് കൈ നിൽക്കുന്നിടത്ത് കണ്ടോ. യു ആർ ഹിയർ കണ്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് നോക്കട്ടെ. ദൂരം ഉണ്ടെങ്കിൽ പോവില്ല, പിള്ളേരെ കൊണ്ട് നടക്കണ്ടേ. അപ്പം അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവില്ല. നോക്കാം. അപ്പം അങ്ങേ പുലി ഇരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എന്താടി? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പുലീനെ കാണാൻ പോവാം. ഓടിക്കളിയതാ. എന്താ പപ്പച്ചിയുടെ തോളത്ത് കയറി ഇങ്ങോട്ട് നോക്കി. ഒരാൾ പപ്പച്ചിയുടെ തോളത്ത് കയറി, ഒരാൾ ദേ മമ്മച്ചിയുടെ തോളത്തും കയറി. കുഞ്ഞു കുറുക്കാച്ച ഇങ്ങോട്ട് നോക്കിക്കടാ. കുറുക്കാച്ച ആ. അപ്പോൾ നമുക്ക് എവിടെ പോകണ്ട ഇനി? എവിടെയാണ് കാണാൻ? ഏതിനെ? അവിടെ എന്താടിയുള്ള പുലീനെ കാണാൻ പോവാം. ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പോഴും നല്ല കാലാവസ്ഥയാണ്, നല്ല ചൂടൊന്നും ആയിട്ടില്ല. ഇപ്പോൾ സമയം എത്രയായെന്നറിയോ? സമയം 12:36. ഓക്കെ, ഇതാണ് നമ്മുടെ ലയൺ സഫാരിയുടെ ബസ്. ഈ വഴിക്കാണ് കേട്ടോ ബസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിവിടെ ചുമ്മാ ഒരു ഫോട്ടോ സെഷന് വേണ്ടി നിർത്തിയത് ഇരുന്നതാണ്. നല്ല പച്ചപ്പും ഹരിതാവായുണ്ട്, നല്ല രസമാണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. ചെറിയ അരുവി നോക്കി, ചെറിയ അരുവി, നല്ല രസമുണ്ട്. കലിങ്കാണ്, കലിങ്ക് കണ്ടോ, അപ്പുറത്തേക്ക് വെള്ളം പോകുന്നു. ചെറിയ അരുവി, നല്ല രസമുണ്ട്. ഇറങ്ങണ്ട കേട്ടോ. ബാ. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ദേ അവിടെ സാധനം സാധനം ടൈഗർ. ആ വാ. ബംഗാൾ ടൈഗർ. ബംഗാൾ ടൈഗർ അങ്ങോട്ടേക്ക് പോകും. അവിടെ ഉണ്ട്. അതടി കണ്ടോ? അവിടെ എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്തോ സൂപ്പർ അല്ലേ?
അടുത്തേക്ക് വന്നിട്ടത് മുരളുന്നുണ്ടതാ മുരളുന്നുണ്ട് കേട്ടോ. കൂട്ടിലെടുത്ത ടൈഗർ. ടൈഗർ അല്ലേ ഇവിടെ ഇരിക്കുന്നത്, അപ്പോഴാണ് നിനക്ക് ഉറുമ്പ്. അവിടെ റെസ്റ്റ് എടുക്കുകയാണ്, നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ്. നല്ല ക്ലിയർ വാട്ടർ, അല്ല കണ്ണീര് പോലെ വെള്ളം എന്ന് പറയും. വാട്ടർ, അത് തന്നെ വാട്ടർ. അല്ല കണ്ണീര് പോലെയുള്ള വെള്ളം എന്ന് പറയില്ലേ, കണ്ണീര് പോലത്തെ വെള്ളം അല്ലേ, കണ്ണീര് പോലത്തെ വെള്ളം. അപ്പോൾ നമുക്കിനി വോൾഫിനെ കാണാൻ പോവാം. വോൾഫ് നമുക്കവിടെ ചെന്ന് കഴിയുമ്പോൾ കാണാം. നീ കണ്ടിട്ടില്ലേ പിക്ചറിലൊക്കെ ഉണ്ടല്ലോ, നിൻ്റെ പിക്ചർ ബുക്കിലുണ്ടല്ലോ. ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. പിക്ചർ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇന്ത്യൻ ഫോക്സ് കുഞ്ഞതല്ലേ. പാന്തർ ഇങ്ങോട്ടേക്കാണ്, പാന്തർ ഇങ്ങോട്ടേക്ക്. വൈറ്റ് ടൈഗർ എവിടെയാ? നിങ്ങൾ അത് വെയിറ്റ് ചെയ്യും ഇവിടെ. ഓക്കെ. അവിടെ വൈറ്റ് ടൈഗർ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വൈറ്റ് ടൈഗറിനെ ഞങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരാം. വോൾഫിനെ നമ്മൾ നൈസായിട്ട് ഒഴിവാക്കി. കുറച്ചുകൂടി അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പം പിള്ളേരുമായിട്ട് നടക്കില്ലേ കുറച്ച് പാടാണ്. അപ്പം അതുകൊണ്ട് വോൾഫിനെ നമ്മൾ ഒഴിവാക്കി. നമ്മളിവിടെ ഇനി വൈറ്റ് ടൈഗറിനെ കാണാം. വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുതിര വാ, നമുക്ക് വൈറ്റ് ടൈഗറിനെ കാണാമല്ലോ. വാ, വൈറ്റ് ടൈഗർ എവിടെ? വൈറ്റ് ടൈഗറിനെ കാണാലോ. വൈറ്റ് ടൈഗറിനെ കാണുന്നില്ല, എവിടെയോ കയറി ഒളിച്ചിരിക്കുകയാണ് അല്ലേ. ലെപ്പേർഡ്, സ്നേക്ക്, ക്രോക്കഡൈൽ. വൈറ്റ് ടൈഗർ എവിടെ? അതേ ഇരിക്കുന്നു, അവിടെ ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. അവനവിടെ കിടന്ന് ഉറങ്ങാണ് നല്ല സുഖമായിട്ട്. നല്ല കാലാവസ്ഥയല്ലേ. ഓക്കെ, സീബ്ര അല്ല, വൈറ്റ് ടൈഗർ. സീബ്ര നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, പോകുന്ന കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കാണാം. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ് അല്ലേ. പാന്തർ പിടിച്ചിരിക്കണേ. വൾച്ചർ. ഓ, വൾച്ചർ 2-3 ഉണ്ട്. ഓക്കെ. അത് വൾച്ചർ. ദേ മാനെ. ഫോർത്ത് പോയിന്റ് അല്ലേ. എവിടെ പിക്കപ്പ് പോയിന്റ് ഏതാ? ആ കാണുന്ന പിക്കപ്പ് പോയിന്റ് അല്ലേ. ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയിടത്തേക്ക് എത്തിക്കോ. ഇനി എവിടെ മൂവിയോ? ഓക്കെ. കൂട്ടിലിട്ടിരിക്കാം.
കേജ് കംപ്ലീറ്റ് കേജ് ഉണ്ടാക്കിയിട്ട് കൂട്ടിലിട്ടിരിക്കുകയാണ് എല്ലാത്തിനും. എക്കോ സിസ്റ്റം പോലെ. നീ തന്നെ നീ ചെറുത് വെച്ചിരിക്കുന്നേ. സ്റ്റാച്ചു അല്ലല്ലോ. ടോട്ടോയിസ് ഇഷ്ടം പോലെ. അത് രൂപം മന്ത്രിച്ചേക്കണത്. നമ്മൾ എക്സിറ്റിലേക്ക് പോവാണ്. അവിടെ അധികം കാണാനൊന്നുമില്ല, നടക്കാനുണ്ട് ഇതിലേക്ക്. അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് കാണാനൊന്നുമില്ല. എക്സിറ്റിലേക്ക് നമ്മൾ പോവാണ്. അവിടെ കുറച്ച് നേരം ഒന്നിരുന്ന് ഇച്ചിരി ഫ്രൂട്ട്സും മാമൂലൊക്കെ കഴിച്ചു. ഡേറ്റ്സ് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചു. എല്ലാം നമ്മൾ എക്സിറ്റിലേക്ക് പോകും. മാമൂല് കഴിക്കുമ്പോൾ നല്ല എനർജി കയറും. ഡേറ്റ്സ് നല്ല എനർജി കയറും. ക്രോക്കോഡൈൽസ് ഒക്കെ ഉണ്ട്. ഇവിടെ സീബ്ര എവിടെ? എന്താ ഇവിടെ എന്താ? ഏതാ? ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ അതിനെ കാണുന്നില്ല എവിടെയാണുള്ളത്. എവിടെയെങ്കിലും ഇത് പറഞ്ഞായിരിക്കും. റൈനോസർ. റൈനോസർ. പ്രതിമ പോലെ നിൽക്കുന്നല്ലേ? ആരെങ്കിലും സ്റ്റാച്ചു പറഞ്ഞായിരിക്കും. രണ്ടും പിണങ്ങിയിരിക്കുക അല്ലേ? കെറിവിച്ചിരിക്കുക രണ്ടുപേരും. ആരെങ്കിലും സ്റ്റാച്ചു പറഞ്ഞായിരിക്കും. ആരെങ്കിലും സ്റ്റാച്ചു പറഞ്ഞായിരിക്കും. സ്റ്റാച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കണ്ടേ? സങ്കടമായിട്ടല്ലേ വഴക്ക് പറഞ്ഞിട്ട്. ഞാൻ പോയാൽ കാണാൻ പോയില്ല. ഉണ്ടായിരുന്നു സങ്കടമായി. ഒക്ടോപസിന്റെ മുട്ട കഴിച്ചത് ഓർമ്മയുണ്ടോ ഞമ്മൂനെ? ആ അതായത് കഴിച്ചത് ഓർമ്മയുണ്ടോ ഞമ്മൂനെ? ഞമ്മ കുറച്ച് കൊടുക്കും ഞാൻ. നാണായിരിക്കും ജിറാഫിനല്ലേ? കണ്ടോ? കേട്ടോ അതുണ്ടോ? നമ്മള് കളർ അടിച്ചിട്ടില്ലേ ജിറാഫിന്? എവിടെ എവിടെ? ചിമ്പാൻസി എവിടെയാ? ചിമ്പാൻസി എവിടെയാ? താഴെയാണോ? നമ്മൾ
ചിമ്പാൻസി ചിമ്പാൻസി കണ്ടാണല്ലോ അല്ലേ? ശരി, നമ്മൾ കണ്ടതാണത്, പാത്തതാണോ ഓൾറെഡി? ചിമ്പാൻസി കണ്ടാണ്. ടാഗ് ഊരി കൊടുക്കണല്ലോ അവിടെ. പോയിന്റിൽ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ടാഗൊക്കെ ഊരിച്ചു. കയറി കളഞ്ഞു. ഇനി നമ്മൾ നേരെ ഗേറ്റിലേക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലും മൃഗങ്ങൾ ഉണ്ടാവുമായിരിക്കുമല്ലോ ഇതിനുള്ളിലൊക്കെ. മഴ കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മഴയല്ലായിരുന്നോ, അതുകൊണ്ടായിരിക്കും. നമ്മൾ ഇവിടെയാണ് നമ്മൾ തുടങ്ങിയ പോയിന്റിലെത്തി. നമുക്ക് ഇനി ഇവിടുന്ന് രാവിലെ എടുത്ത ടിക്കറ്റിൻ്റെ അവിടുന്ന്, ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ലയൺ സഫാരിക്കുള്ള ടിക്കറ്റ് എടുക്കാം. ആ ബസ്സിലാണ് നമ്മൾ. ഓക്കെ, ഇവിടെ ആൾക്കാർ ബസ് നിറഞ്ഞാലേ നമുക്ക് പോകുള്ളൂ. ഒരു ടിക്കറ്റ് റീഫണ്ട് കൊടുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നോളാൻ പറഞ്ഞു. വന്നിരുന്നപ്പോൾ 20 ആൾക്കാർ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വിളിക്കും പോലും. അങ്ങനെ വിളിച്ച് കഴിയുമ്പോൾ ടിക്കറ്റ് റീഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി. നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. വരുന്ന കാഴ്ചകൾ കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വഴി കൂടെ സൈഡിൽ കൂടെ കാണാം. കണ്ട സ്ഥലങ്ങളല്ലേ. നമ്മൾ കണ്ടായിരുന്നല്ലോ. നമ്മൾ കാട്ടിലേക്ക് കയറാൻ പോവാണ്. കാട്ടിലേക്ക് കയറി. റെഡി. ബസ്സിലേക്ക് കയറിയപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഡീർ വ്യൂ പോയിന്റ് അപ്പോൾ കണ്ട സ്ഥലങ്ങളാണോന്നറിയില്ല. ഗ്ലാസ് ഇട്ട നല്ല ബസ്സാണ്. AC ഒക്കെ ഉണ്ട്. ബസ്സുണ്ട്. പിന്നെ ഫെൻസിങ് ഉണ്ട്. അതിലേക്ക് താഴേക്ക് ഫെൻസിങ് ഉണ്ട്. കാട്ടുവഴികൾ. എന്താടി അത്? നമ്മൾ മുമ്പേ അവിടുന്ന് കണ്ട സ്ഥലമാണോ ഇത്? ക്രിസ്മസ് ട്രീയിൽ കാണുമാണ്.
കാണുന്നുണ്ടോ കുഞ്ഞമ്പൂ? നല്ല രസമാണ് വെള്ളം കുടിക്കുന്നത്. ചെറിയൊരു അരുവി ഉണ്ട് അതിൻ്റെ കൂടെ. ആ അതെ, അത് കൊമ്പിട്ട് മൂർച്ച കൂട്ടുന്നുണ്ടോ കുഞ്ഞമ്പൂ? കൊമ്പിട്ട് അതിൽ ഉരച്ച് മൂർച്ച കൂട്ടുന്നുണ്ടോ? അത് കുത്താൻ വേണ്ടി കൊമ്പിന് മൂർച്ച കൂട്ടുന്നു. എന്തുകൊണ്ടല്ല, കൊമ്പ് ഇങ്ങനെ ഉരച്ചടിച്ചാൽ മൂർച്ച കൂട്ടുന്നു. കൊമ്പിന് മൂർച്ച കൂട്ടുന്നു. അത് നോക്കിയേ. വെള്ളത്തിൽ നോക്കി, വെള്ളത്തിൽ ഇറങ്ങിക്കുന്നുണ്ടോ? ആ ലയൺ കേജിലേക്ക് കയറിയെന്ന് തോന്നുന്നു. കേജുണ്ട്, വേറൊരു കേജ് കൂടെ ഉണ്ട്. നോക്കാം. ഗേറ്റ് തുറന്നു. അവിടെ ഇരുന്നു. റോഡൊക്കെ ഉണ്ടല്ലോ അവിടെ. ഫോറസ്റ്റ് തുടങ്ങിയില്ലെന്ന് തോന്നുന്നു അല്ലേ കുഞ്ഞമ്പൂ? അല്ല, അങ്ങനെ രണ്ടും കൂടെ കാണിക്കാൻ പറ്റില്ലടി. ഇത് കഴിഞ്ഞിട്ട് കുഞ്ഞമ്പൂ എടുക്കാം കേട്ടോ. ഫോറസ്റ്റിനുള്ളിൽ കയറാം. വണ്ടല്ലൂർ ഫോറസ്റ്റ്. എവിടെയാ? വണ്ടല്ലൂർ. ഇറക്കാം, നമുക്ക് എടുക്കാം കേട്ടോ. അടുത്ത ഗേറ്റ് ഓപ്പൺ ആവുന്നു. 2 ഗേറ്റ് കഴിഞ്ഞിട്ട് അവിടേക്ക് അടുത്ത ഗേറ്റ് ഓപ്പൺ ആവുന്നു. ഓട്ടോമാറ്റിക് ഗേറ്റ്, ഇലക്ട്രിക് ഗേറ്റ്. ഉള്ളിലേക്ക് കയറാണ്. ഓ, ഇത് ഡെൻസ് ഫോറസ്റ്റ് ആണ്. നല്ല ഇലക്ട്രിക് ഫെൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഇപ്പോഴാണ് കുഞ്ഞപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറി കേട്ടോ. ആ, ഇനി നമ്മൾ ലയണിനെയൊക്കെ കാണും. 5 ലയൺ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ. ആ, 5 ലയൺ ഉണ്ടെന്നാണ് പറഞ്ഞത്. കാണാൻ പറ്റുമെന്ന് നോക്കാം. കാണാൻ പറ്റേണ്ടതാണ്. See lion is there. Wow. ഇത് കാണിക്കും അങ്ങോട്ട് തിരിക്കും കേട്ടോ. അങ്ങോട്ട് തിരിക്കും. കുഞ്ഞമ്മു ലയൺ. ഓ, ഇത്ര അടുത്തായിട്ട് ആദ്യമായിട്ടല്ലേ കുഞ്ഞിപ്പോ കാണുന്നേ? ഇല്ല, അവൻ പാവല്ലേ. അടല്ലേ പാവം ഇരിക്കുന്നുണ്ടോ? അയ്യോടാ കടന്ന്. ഓഹോ, അവനോട് കിടക്കട്ടെ കേട്ടാ. ഇവിടെ എവിടെയോ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതാടാ ഉള്ളിലടി, ഉള്ളിൽ കുഞ്ഞമ്പോ. അവിടെ കേജിന്റെ പുറത്തതാ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ അപ്പുറത്ത് കണ്ടോ? അവിടെ അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലായിരിക്കുന്നത്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. കണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങോട്ടേക്ക് ഇരിക്കണോ?
ഉറങ്ങാവൻ അങ്ങോട്ട് നോക്കിയിരിക്കാന്നേ അങ്ങോട്ട് നോക്കിയിരിക്കുക ദുർഗാച്ചൻ ഇറങ്ങിപ്പോയല്ലേ? പോയോ? ഇപ്പൊ ചാടി ചെലപ്പോ അപ്പുറത്ത് ഇങ്ങനെ ചാടി രണ്ടും കൂടി കണ്ടോ കാണുന്നുണ്ടോ? ചുമ്മാ കാണിച്ചാണ് കണ്ണടച്ച് കാണിക്കുന്നത് അല്ലേ കുഞ്ഞപ്പോ? മതിയെന്ന് പറയുന്നത് വന്ന ടൈഗറിൻ്റെ ഏരിയയിലെ ആ ഏരിയയിൽ ഉള്ളിലേക്ക് കയറുകയാണ്. മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്കൂടെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നോ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബസ്സിൽ എനിക്ക് വന്ന് ഡീർ സഫാരി ആയിരിക്കണം. അത് ഡെൻസ് ഫോറസ്റ്റാണ് പോലെയാണ് തോന്നുന്നത്. ഡീർ സഫാരിയിലേക്കായിരിക്കും പോകുന്നത് അല്ലേ? ഗാർഡുകൾ ഫോറസ്റ്റിലേക്ക് കയറാൻ ആ വഴി പോയിട്ട് നമ്മൾ നേരത്തെ വന്ന ആ സ്ഥലത്തേക്ക് എത്തുക. ആ സ്ഥലത്തേക്ക് തന്നെ എത്തി. ഷോർട്ട് കട്ട് പിടിച്ചാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു.
അല്ലേ? നമ്മൾ വന്ന സ്ഥലം തന്നെയാണ്. ഉള്ളിലേക്ക് അത്ര കയറിയിട്ടുണ്ടായിരുന്നില്ല. എടുത്ത സ്ഥലമാണ്. ഡാൻസ് സഫാരി കൊള്ളായിരുന്നു. ലയണിൻ്റെ അടിപിടിയൊക്കെ അങ്ങനെ ചുമ്മാ എന്താ പറയുക രസമുണ്ടായിരുന്നു. ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. കുഞ്ഞപ്പോനാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ? രാവിലെ ഇറങ്ങിയതായതുകൊണ്ട് ചെറുതായിട്ട് പിള്ളേർ ഇങ്ങനെ ഒരു ശീലമില്ലല്ലോ. അങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ നടന്നു ഒരു ശീലമില്ലല്ലോ. അതുകൊണ്ട് പിള്ളേർ അതുകൊണ്ട് ടയർഡായി. എന്തൊക്കെയോ പണികളാണ് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് നമ്മളെത്തി. കയറിയ സ്ഥലത്തേക്ക് എത്തി. അകത്തേക്ക് 150 രൂപയാണ് ഒരാൾക്ക്. അഡൽറ്റിന് 50 രൂപ ചിൽഡ്രൻ. വർത്താണ് 150 രൂപ ഭയങ്കര വർത്താണ്. ഈ ഒരു സമയമായപ്പോഴത്തേനും കുറച്ചും കൂടെ തിരക്കായി കേട്ടോ. ഇവിടെ തിരക്കായിട്ടുണ്ട്. രാവിലെ വന്നപ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ തിരക്കായിട്ടുണ്ട്. അപ്പോൾ സമയം 2:30. ഇപ്പോഴും അങ്ങനെ ചൂടൊന്നുമില്ല കേട്ടോ. നല്ല കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥയാണ്. അപ്പം നമ്മളിനി റിട്ടേൺ അടിക്കാൻ പോവാണ് ഹോട്ടലിലേക്ക്. ഇനി ഹോട്ടലിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം. എന്നിട്ട് വൈകുന്നേരം എവിടേക്കെങ്കിലും ഇറങ്ങാമല്ലോ. രാവിലെ അവളോട് പറഞ്ഞ പ്ലേ ഏരിയയിൽ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കയറാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലേ ഏരിയ ചുമ്മാ ഒന്ന് കയറിയേക്കാം. പ്ലേ ഏരിയയിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മടുപ്പൊക്കെ പോയല്ലേ? എന്ന് വെച്ചല്ലേ അത് ക്ലോസ്ഡ് ആണോ എന്നറിയില്ല. നോക്കാം. കൊച്ചു നൈസായിട്ട് ഉറങ്ങി. ഇനി അവിടെ പോയി നോക്കാം. ഉണ്ടോ? പ്ലേ ഏരിയ കണ്ടപ്പോഴത്തേനും അവളുടെ മടുപ്പും പോയി, എല്ലാം പോയി. തുള്ളി തുള്ളി പോകാൻ നോക്കി. ഇങ്ങോട്ട് പോ. ഇവിടെ അവനെ എണീപ്പിക്കാം. അതല്ല, അതിനേക്കാൾ നല്ല അപ്പുറത്തുണ്ടല്ലോ. ഒന്ന് കറക്കി കൊടുത്തടി. എണീറ്റോ? കറക്കിക്കോ. വീഡിയോ എടുക്കുന്നേ. അവൾക്ക് സ്വന്തം തുറക്കണം, സ്വന്തം അടയ്ക്കണം. അതാണ് അവളുടെ പരിപാടി. ഹാറിന് മേലെ കയറി ഇരിക്കും ചേച്ചിയുടെ കൂടെ. ഓക്കെ, ആ കമ്പിയെ പിടിച്ചോ. പിടിച്ചിരുന്നാണേ. ഇത്ര നേരം ഉറങ്ങിക്കൊണ്ടിരുന്നവനാണ്. പ്ലേ ഏരിയ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ഉറക്കവും ഇല്ല, ഒന്നുമില്ല. ഓ, സംസാരിച്ചിരിക്കും. ഹായ് പറ. ഹായ്.
കാല് ചവിട്ടിട്ടാട്ടെ. അവൻ പേടിക്കും കുഞ്ഞുമ്പോ. നീ പിടിക്കണ്ട. വേണ്ട വേണ്ട വെയിറ്റ് വെയിറ്റ്. അവൻ കയറിക്കോളൂ. അവൻ കയറിക്കോളൂ. അവൻ കയറിക്കോളൂ. കയറി കയറി. ഏയ് ടാറ്റ പറയാനേ. അവിടെ നിൽക്ക്. ചെല്ലേ 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 ദുർഗാ ചെല്ലേ. ആ ടാറ്റ പറ. വാ. കണ്ടോ കയറണോ ഇനി ഒന്നുകൂടെ? ആ ഒന്നുകൂടെ കയറി. ഓരോരുത്തർ വെയിറ്റ് ചെയ്യും. ചേച്ചി കയറട്ടെ. നീ കയറാം ആദ്യം. ചേച്ചി കയറട്ടെ. ചേച്ചി കയറട്ടെ. മെല്ലെ കയറിയാ മതി. മെല്ലെ കയറിയാ ഹായ്. തിരക്കാക്കണ്ടോ? ചേച്ചി കടി കുഞ്ഞമ്പോ അവന് വരട്ടെ. ആ പറന്നാ വരുന്നത്. ഏതന്നി എന്നാ പൊക്ക പൊക്ക. മതി മതി. ഒന്നുകൂടെ കയറണോ? ഒന്നാ കയറണോ? ഒന്നുകൂടെ കയറണോ? അവന് കയറാൻ. അവൻ അങ്ങോട്ടല്ലാന്ന്. എന്നാ കയറി. 3 4 5 6 തൊടല്ലേ തൊടല്ലേ കുഞ്ഞുമ്പോ. 8 9 10. ആ കയറിയില്ലേ? ബൈ. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒറ്റ മനുഷ്യനില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആള് കൂടി. വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ആൾ കൂടാൻ ചാൻസ് ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ പാർക്കിൽ കളിക്കാനായിട്ടേ പിള്ളേരെ കൊണ്ട് മിക്കവാറും ആൾക്കാർ വരുമായിരിക്കും. നല്ല വൃത്തിയുള്ള പാർക്കാട്ടോ. ഒരു ഫുൾ ടൈം അടിച്ചു പോയി വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ മണലാണ്. നമ്മളിപ്പോൾ വീണ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പിച്ച് കയറി കേട്ടോടിയാന്നാ? മുറുക്ക പിടിച്ചോ. ശരി ഓർക്കല്ലേ. ആനേൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കാം. ഇവിടെ നിന്ന് അപ്പിച്ചൊരു ഫോട്ടോ എടുക്കാമല്ലോ. അവിടെ വെക്കാം.